നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ യാത്രാ ശൈലികൾ എക്കാലത്തും ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും കാറിന്റെ പിൻസീറ്റിലിരുന്ന് ഭരണം നിയന്ത്രിച്ചപ്പോൾ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ പഴയ ശീലം കൈവിടാതെ കാറിന്റെ മുൻസീറ്റിലേക്ക് മാറുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കടുത്ത ആശങ്കയിലാക്കുന്നു. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാറിന്റെ മുൻസീറ്റിലിരുന്നാണ് യാത്ര ചെയ്യാറുള്ളതെന്നും അത് തനിക്ക് പ്രശ്നമാകില്ലെന്നുമാണ് സതീഷിന്റെ മുൻ സീറ്റിൽ ഇരിക്കലെ അനുകൂലിക്കുന്നവരുടെ വാദം. പൈലറ്റും എസ്കോട്ടും ഒഴിച്ച് മറ്റു വാഹനങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. യാത്ര പോകുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും റോഡ് ബ്ലോക്ക് ചെയ്യരുതെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നിയുക്ത മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എസ്കോട്ട് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലെന്നും പോലീസ് അറിയിച്ചു. ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലേക്കുള്ള 3.5 കിലോമീറ്റർ പിണറായിയുടെ യാത്ര വൻ സുരക്ഷയിലായിരുന്നു. കോൺവോയ് കടന്ന് പോകുമ്പോൾ ഏർപ്പെടുത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണവും ജനങ്ങളെ വലയ്ക്കുന്നെന്നും പരാതിയുണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രാശൈലി തികച്ചും വ്യത്യസ്തമായിരുന്നു. കറുത്ത ആഡംബര കാറിന്റെ പിൻസീറ്റിൽ കടുത്ത സുരക്ഷാ വലയത്തിനുള്ളിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. ജനങ്ങളിൽ നിന്നും അണികളിൽ നിന്നും കിലോമീറ്ററുകൾ അകലം വലിയൊരു വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെയുള്ള ആ യാത്രകൾ പലപ്പോഴും കടുത്ത വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ VIP സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ ഈ ശൈലി പോലീസിന് ഏറെ എളുപ്പമായിരുന്നു. അതേസമയം ജനകീയനായ ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ പിൻസീറ്റ് എപ്പോഴും ജനങ്ങളാൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒരു ജനകീയ മുഖ്യമന്ത്രി, ജനങ്ങൾ ഇത്രയധികം സ്നേഹിച്ച ഏറ്റെടുത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നത്. ഡ്രൈവർക്ക് പുറമെ മുൻസീറ്റിൽ ഗൺമാനും പിൻസീറ്റിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം അണികളും നേതാക്കളും ഞെങ്ങിയായിരുന്നു യാത്ര. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കണം, ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതാണ് തൻ്റെ സീറ്റിന് പുറകിലായിട്ട് മറ്റുള്ള തൻ്റെ പ്രവർത്തകരും അണികളുമായിട്ട് വളരെ ഞെങ്ങിയിരുന്ന യാത്ര. വണ്ടി നീങ്ങുമ്പോൾ പോലും ജനങ്ങൾക്ക് പരാതികൾ നൽകാനും അദ്ദേഹത്തോട് സംസാരിക്കാനും കഴിഞ്ഞിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഉമ്മൻചാണ്ടി ഈ ശൈലി തന്നെയാണ് എപ്പോഴും ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഈ രണ്ട് ശൈലികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് വി.ഡി. സതീശന്റെ രീതി. പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽക്കേ കാറിന്റെ മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം. മുഖ്യമന്ത്രി പദവിയിലെത്തുമ്പോഴും കാറിന്റെ മുൻസീറ്റിലെ യാത്ര ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന സൂചനയാണ് നൽകുന്നത്. പക്ഷേ പുതിയ മുഖ്യമന്ത്രിയുടെ ഈ മുൻസീറ്റ് യാത്ര പോലീസിന്റെ ഉറക്കം കെടുത്തുകയാണ്. VIP സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് രാജ്യത്തെ മുൻനിര പദവികളിൽ ഇരിക്കുന്നവർ കാറിന്റെ പിൻസീറ്റിൽ ഡ്രൈവർക്ക് തൊട്ട് പിന്നിലായുള്ള സുരക്ഷിതമായ കോർണറിലാണ് ഇരിക്കേണ്ടത്. മുൻസീറ്റിൽ ഇരുന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിലോ ആക്രമണങ്ങളിലോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയെ പെട്ടെന്ന് സംരക്ഷിക്കാൻ കഴിയില്ല. കൂടാതെ മുന്നിലെ ഗ്ലാസ്സിലൂടെയുള്ള കാഴ്ച കൂടുതൽ വ്യക്തമായതിനാൽ ദൂരെ നിന്നുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിക്കുമെന്നും പോലീസ് ഭയപ്പെടുന്നു. കടുത്ത സുരക്ഷാ ഭീഷണിയുള്ള VIP-കൾ സഞ്ചരിക്കുമ്പോൾ അകമ്പടി വാഹനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ തൊട്ടു മുന്നിലെ വാഹനത്തിന്റെ പിൻസീറ്റിലിരിക്കുന്ന വ്യക്തിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ എളുപ്പമാണ്. എന്നാൽ മുഖ്യമന്ത്രി മുൻസീറ്റിലേക്ക് മാറുമ്പോൾ ഈ നിരീക്ഷണം തടസ്സപ്പെടും. മുൻസീറ്റിൽ സാധാരണയായി ഇരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ജീവന് കാവൽ നിൽക്കുന്ന ഗൺമാനാണ്. ഗൺമാനെ പിൻസീറ്റിലേക്ക് മാറ്റി മുഖ്യമന്ത്രി മുന്നിലിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളെ ആകെ അട്ടിമറിക്കുമെന്നതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി സമ്മതിക്കുന്നത്. ഇതിനു പുറമെ മുൻ സർക്കാർ ഉപയോഗിച്ചിരുന്ന വലിയ അകമ്പടി വാഹന വ്യൂഹം പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്ന സതീഷിന്റെ കടുത്ത പ്രഖ്യാപനം പോലീസിന് ഇരട്ടി തലവേദനയായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കില്ലെന്നും പൊതുജനങ്ങളെ വഴിയിൽ തടയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പൈലറ്റും ഒരു എസ്കോർട്ട് വാഹനം മാത്രമായി മുഖ്യമന്ത്രിയുടെ യാത്ര ചുരുങ്ങുമ്പോൾ സാധാരണ ട്രാഫിക്കിൽ VIP-ക്ക് എങ്ങനെ സുരക്ഷയൊരുക്കുമെന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല. നഗരത്തിലെ കടുത്ത ഗതാഗത കുരുക്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനം സാധാരണ വണ്ടികൾക്കൊപ്പം കിടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള സുരക്ഷാ വീഴ്ചകളും ചെറുതല്ല. VIP വാഹനങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഒരു സുരക്ഷിത വലയം ആവശ്യമാണ്. അകമ്പടി വാഹനങ്ങൾ കുറയുമ്പോൾ ഈ യാത്ര ഇല്ലാതാവുകയും മറ്റു വാഹനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കാറിന് തൊട്ടടുത്തെത്താൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്തു. ഇത് സുരക്ഷാ ചുമതലയുള്ള സിറ്റി പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ജനകീയ ശൈലിയെയും ചെലവ് ചുരുക്കൽ നടപടികളെയും പൊതുസമൂഹം വലിയ ആശ്വാസത്തോടെയാണ് കാണുന്നതെങ്കിലും ഔദ്യോഗിക സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് നിയമപരമായ വലിയൊരു ബാധ്യതയാണ്.
സുരക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിനായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ ലംഘിക്കാതെ പുതിയൊരു സുരക്ഷാ പ്ലാൻ തയ്യാറാക്കാനുള്ള അടിയന്തര ചർച്ചകളിലാണ് ആഭ്യന്തര വകുപ്പ്. പ്രധാനമന്ത്രി മോദിയുടെ യാത്രാ മാതൃക ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത കേന്ദ്രങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ കാര്യങ്ങളിലെ പുതിയ പ്രായോഗിക ക്രമീകരണങ്ങൾ ആലോചിക്കുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള പുതിയ സംവിധാനങ്ങൾ പോലീസ് ആവിഷ്കരിച്ചേക്കും. കേരള രാഷ്ട്രീയത്തിൽ അധികാര കൈമാറ്റം ഭരണാസ്ഥിര കേന്ദ്രങ്ങളിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ നിറത്തിലും മാറ്റം വരുത്തുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന കറുത്ത കാറുകൾ പോലീസ് ആസ്ഥാനത്തേക്ക് മടങ്ങിയതോടെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ ഔദ്യോഗിക യാത്രകൾക്കായി വെള്ള കാറുകൾ തിരഞ്ഞെടുത്തു. കറുത്ത കാറുകളോടുള്ള സതീശന്റെ വൈമുഖ്യം ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ, പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അപൂർവമായ ഒരു രാഷ്ട്രീയ യാദൃശ്ചികതയാണ്. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞെങ്കിലും പിണറായി വിജയന് പഴയ കറുത്ത വാഹനങ്ങൾ തന്നെ തുടർന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് സൂചന. സാധാരണ നിലയിൽ മുഖ്യമന്ത്രി പടിയിറങ്ങുമ്പോൾ ഔദ്യോഗിക വാഹനങ്ങൾ പുതിയ ഭരണാധികാരിക്ക് കൈമാറുകയാണ് പതിവ്. എന്നാൽ കറുത്ത വാഹനങ്ങൾ വേണ്ടെന്ന സതീശിന്റെ തീരുമാനം പിണറായി വിജയന് ഗുണകരമാകും. മികച്ച കണ്ടീഷനിലുള്ള ഈ പ്രീമിയം കറുത്ത കാറുകൾ ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നീക്കിവെക്കാൻ പോലീസ് ആസ്ഥാനത്ത് ആലോചനയുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് പുതിയ കാർ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതും അനുവദിക്കും. സതീശന്റെ വരവ് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന നന്ദൻകോട് നിവാസികൾക്കാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്ലിഫ് ഹൗസിനും പരിസരത്തും ഏർപ്പെടുത്തിയിരുന്ന കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ പ്രദേശവാസികളുടെയും സ്വൈര ജീവിതത്തിന് വലിയ തടസ്സമായിരുന്നു. റോഡുകൾ അടച്ചിടുന്നതും വാഹനങ്ങൾ മണിക്കൂറുകളോളം തിരിച്ചുവിടുന്നതും നന്ദൻകോട്ടെ സ്ഥിരം കാഴ്ചയായിരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ ഈ സുരക്ഷാ ഭാരത്തിൽ നിന്നും നന്ദൻകോടിന് മോചനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തന്റെ യാത്രകൾക്കായി റോഡുകൾ ബ്ലോക്ക് ചെയ്യരുതെന്നും ജനങ്ങളെ വഴിയിൽ തടയരുതെന്നും വി.ഡി. സതീശൻ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ യാത്രകൾ മൂലം ഗതാഗത കുരുക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന സതീശന്റെ നിലപാടും നന്ദൻകോട് ജംഗ്ഷൻ വഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്കും വലിയ ആശ്വാസമാകും. വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കുന്നതിലൂടെ ലളിതമായ ഒരു ഭരണശൈലിയാണ് സതീശൻ വിഭാവനം ചെയ്യുന്നത്. ആഡംബരങ്ങളോ കിലോമീറ്ററുകൾ നേടുന്ന അകമ്പടി വാഹനങ്ങളോ തനിക്ക് ആവശ്യമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കറുപ്പ് മാറ്റി വെള്ള നിറം തെരഞ്ഞെടുത്തതിലൂടെ കൂടുതൽ ജനകീയവും സുതാര്യവുമായ ഒരു മുഖം ഭരണകൂടത്തിന് നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സുരക്ഷാ സന്നാഹങ്ങൾ കുറയ്ക്കുന്നതോടെ പോലീസിന്റെ ജോലിഭാരം ഗണ്യമായി കുറയുകയും ചെയ്യും.